ഹലോ എവരിവൺ, ടെസ്ല അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇതിനു മുമ്പ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 1881 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിന്റെ ക്ലാസ്സുകളായിരുന്നു. അപ്പൊ അതിന്റെ ബാലൻസ് പോർഷൻ തേർഡ് പാർട്ടാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പോൾ 85 വരെ അല്ലെ, സെക്ഷൻ 85 വരെയാണ് ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത്. 87 മുതൽ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സെക്ഷൻ 87 എഫക്റ്റ് ഓഫ് മെറ്റീരിയൽ അൾട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്ഷൻ 87 മുതലാണ്. സെക്ഷൻ 87 എന്താണ്? എഫക്റ്റ് ഓഫ് മെറ്റീരിയൽ അൾട്രേഷൻ ആണ്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം, എന്താണ് മെറ്റീരിയൽ അൾട്രേഷനെ കുറിച്ചല്ല പറയുന്നത്, എഫക്റ്റ് ഓഫ് മെറ്റീരിയൽ അൾട്രേഷൻ ആണ്. മെറ്റീരിയൽ അൾട്രേഷന്റെ എഫക്റ്റുകളാണ് സെക്ഷൻ 87 പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു കാര്യം നോക്കുമ്പോൾ അല്ലെങ്കിൽ എഫക്റ്റുകൾ അറിയണമെങ്കിൽ നമുക്ക് ആദ്യം എന്താണ് മെറ്റീരിയൽ അൾട്രേഷൻ എന്നും എന്താണ് ഇമ്മെറ്റീരിയൽ അൾട്രേഷൻ എന്നും ആദ്യം അറിയണം. എന്നാൽ മാത്രമേ ഈ ഭാഗത്ത് നിന്ന് ഒരു ചോദ്യം വരുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ് മെറ്റീരിയൽ അൾട്രേഷൻ നമുക്ക് ആദ്യം നോക്കാം. എ മെറ്റീരിയൽ അൾട്രേഷൻ ഈസ് എ ചേഞ്ച് മെയ്ഡ് ടു എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ദാറ്റ് അഫക്ട് ഇറ്റ്സ് എസെൻസ്, ടേംസ് ഓർ ലീഗൽ എഫക്ട്. എന്താണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ്? ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക്, പ്രോമിസറി നോട്ട്, ഇതെല്ലാം ഉൾപ്പെടുന്നതിന് നമ്മൾ എന്ത് പറയാ? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയാം. നമ്മൾ എന്തെങ്കിലും ഒരു ചെക്കിലോ അല്ലെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ചിലോ എന്തെങ്കിലും ചെയ്യുക, ഒരു ആൾട്രേഷൻ നടത്തുമ്പോൾ അത് ആ ചെക്കിന്റെയോ അല്ലെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെയോ ഫണ്ടമെന്റൽ ക്യാരക്ടറിനെ ബാധിക്കുകയാണെങ്കിൽ അതിനാണ് എന്ത് പറയാ? മെറ്റീരിയൽ അൾട്രേഷൻ എന്ന് പറയാം. ഒന്നുമില്ല, നമ്മളൊരു ഡേറ്റ് ആഡ് ചെയ്യോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അത് ആ ഒരു ചെക്കിന്റെ ഫണ്ടമെന്റൽ ക്യാരക്ടറിനെ എന്തെങ്കിലും ചേഞ്ചസ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ അത് മാറ്റങ്ങൾ വരികയാണെങ്കിൽ അതിനാണ് എന്ത് പറയാ? മെറ്റീരിയൽ അൾട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് മെറ്റീരിയൽ അൾട്രേഷൻ നമ്മൾ പറഞ്ഞു. ഇനി അതിന്റെ കുറച്ച് എക്സാമ്പിൾസും കൂടി നമുക്ക് നോക്കിയാൽ ഈ ഒരു ഭാഗം നമുക്ക് ക്ലിയർ ആയിട്ട് അറിയും. ഇവിടെ നോക്കിയേ, ജസ്റ്റ് എക്സാമ്പിൾസ് നോക്കിയേ. എക്സാമ്പിൾസ് ഓഫ് മെറ്റീരിയൽ അൾട്രേഷൻ: ചേഞ്ച് ഇൻ ദ എമൗണ്ട് പേയബിൾ ഓൺ ദി ഇൻസ്ട്രുമെന്റ്. ഒരു ഇൻസ്ട്രുമെന്റിന്റെ എമൗണ്ട് നമ്മൾ ചേഞ്ച് ചെയ്താൽ എന്താണ്? അതിന്റെ ഫണ്ടമെന്റൽ ക്യാരക്ടറിനെ ബാധിക്കും. അതിനെയാണ് മെറ്റീരിയൽ അൾട്രേഷൻ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറയുന്നത്. രണ്ടാമത് നോക്കിയേ, ഓൾട്ടറിംഗ് ദ ഡേറ്റ് ഓഫ് ദി ഇൻസ്ട്രുമെന്റ്. ഇൻസ്ട്രുമെന്റിന്റെ ഡേറ്റ് നമ്മൾ ഓൾട്ടർ ചെയ്യണം, ഡേറ്റിൽ ചേഞ്ചസ് വരുത്തുകയാണ്. അത് സ്വാഭാവികമായിട്ട് എന്താണ്? ഒരു മെറ്റീരിയൽ അൾട്രേഷൻ ആണ്. മൂന്നാമത്തെ എക്സാമ്പിൾ നോക്കിയേ, മോഡിഫൈങ് ദ പേയ് ഓർ ആഡിങ് എ ന്യൂ പേയ്. ഒരു പേയുടെ നെയിം നമ്മൾ മോഡിഫൈ ചെയ്യാണ് അല്ലെങ്കിൽ പുതിയൊരു പേയ് നമ്മൾ ആഡ് ചെയ്യാണ്. അത് ആ ചെക്കിന്റെ ക്യാരക്ടേഴ്സിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റുകയാണ്. ഇതിനാണ് എന്ത് പറയാ? ഒരു മെറ്റീരിയൽ അൾട്രേഷൻ ആണ്. ഒരു എക്സാമ്പിൾ ആണ്, മെറ്റീരിയൽ അൾട്രേഷന്റെ ഒരു എക്സാമ്പിൾ കൂടിയാണ് അത്. ഫോർത്ത് വൺ ഏതാണ്? നാലാമത്തെ എക്സാമ്പിൾ പറഞ്ഞത് ഓൾട്ടറേഷൻ ഓഫ് ക്രോസിംഗ്. ഒരു ക്രോസിംഗിൽ മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ അതും എന്ത് വരികയാണ്? ഒരു മെറ്റീരിയൽ അൾട്രേഷൻ ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്ന ഓൾട്ടർ ചെയ്യുന്ന കാര്യങ്ങൾ അതിന്റെ ഫണ്ടമെന്റൽ ക്യാരക്ടറിസ്റ്റിക്സിനെ ബാധിക്കുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയാ? മെറ്റീരിയൽ അൾട്രേഷൻ. അപ്പൊ എന്തായിരിക്കും ഇമ്മെറ്റീരിയൽ അൾട്രേഷൻ? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ്. ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ എന്ത് വരും? ഫണ്ടമെന്റൽ ക്യാരക്ടറിസ്റ്റിക്സിനെ ബാധിക്കില്ല ഒരിക്കലും. നമ്മൾ എന്ത് ചേഞ്ചസ് വരുത്തിയാലും അതൊരിക്കലും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ ബാധിക്കുന്നില്ല, ഒരിക്കലും അത് അഫക്റ്റ് ചെയ്യുന്നില്ല. അതിനാണ് എന്ത് പറയാ? ഇമ്മെറ്റീരിയൽ അൾട്രേഷൻ. ജസ്റ്റ് ഇവിടെ പോയിന്റ് നോക്കിയേ, immaterial alteration. An immaterial alteration is a change made to a negotiable instrument that does not affect its essence, validity or legal effect. കണ്ടില്ലേ? ഡസ് നോട്ട് എഫക്റ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്താലും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെയോ അല്ലെങ്കിൽ ആ ഇൻസ്ട്രുമെന്റ് എന്ത് ചെയ്യുന്നില്ല, ഒരു മാറ്റങ്ങളും വരുത്തുന്നില്ല. ഡസ് നോട്ട് എഫക്ട് ഇറ്റ്സ് എസെൻസ്, വാലിഡിറ്റി ഓർ ലീഗൽ എഫക്ട്. അതുപോലെ തന്നെ എന്താണ്? ഇമ്മെറ്റീരിയൽ ഓൾട്ടറേഷൻസ് ആർ minor changes that do not impact the rights or obligations of the parties involved. എന്താണ്? ചെറിയ ചെറിയ ചേഞ്ചസ് ആണ്, മൈനർ ചേഞ്ചസ് ആണ് എന്ത്? ഇമ്മെറ്റീരിയൽ അൾട്രേഷൻ. അത് ഒരിക്കലും ആ ഒരു ചെക്കിനെയോ ബിൽ ഓഫ് എക്സ്ചേഞ്ചിനോ ഒന്നിനും എന്ത് ചെയ്യുന്നില്ല, ബാധിക്കുന്നില്ല. ഇതാണ് ഇമ്മെറ്റീരിയൽ അൾട്രേഷൻ. അപ്പോൾ മെറ്റീരിയൽ അൾട്രേഷൻ പഠിച്ച പോലെ തന്നെ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് എക്സാമ്പിൾ കൂടി നോക്കണം. എക്സാമ്പിൾ നോക്കിയേ. എന്താണ്? ഫസ്റ്റ് എക്സാമ്പിൾ, കറക്റ്റിംഗ് എ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഒരു സ്പെല്ലിംഗിൽ മിസ്റ്റേക്ക് വരുമ്പോൾ അതിൽ കറക്റ്റ് ചെയ്താൽ എന്തെങ്കിലും ബാധിക്കുമോ ആ ചെക്കിനെ? ഒരിക്കലും ബാധിക്കില്ല. അപ്പോൾ അതാണ് ഒരു എക്സാമ്പിൾ. സെക്കൻഡ് വൺ ഏതാണ്? ആഡിങ് ഓർ കറക്റ്റിംഗ് പഞ്ച്വേഷൻസ്. അല്ലെങ്കിൽ പഞ്ച്വേഷൻസ് മാർക്കോ ഈ പോയിന്റ്സ് നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യുന്നത് കൊണ്ട് അത് ഒരിക്കലും ഒരു പ്രശ്നങ്ങളും ഉണ്ടാവുന്നില്ല. അടുത്തത്, ഓൾട്ടറിങ് എ ബിയറർ ചെക്ക് ഇൻറ്റു ഓർഡർ ചെക്ക്. എന്താണ്? ബിയറർ ചെക്ക് ഇൻറ്റു ഓർഡർ ചെക്ക്. ഇവിടെ ശ്രദ്ധിക്കണം, ബിയറർ ചെക്കിന് നമ്മൾ എന്താക്കുകയാണ്?
ഓർഡർ ചെക്ക് ആക്കിയ അതെന്താണ് ഇമ്മെറ്റീരിയൽ അൾട്രേഷൻ ആണ്. ബോയ് എന്ന് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ക്ലൂ വെച്ച് പഠിക്കാം. ബിയറർ ചെക്കിനെ ഓർഡർ ചെക്ക് ആക്കിയ എന്താണ് ഇമ്മെറ്റീരിയൽ അൾട്രേഷൻ ആണ്. എന്നാൽ നേരെ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ, ഓർഡർ ചെക്കിനെ ബിയറർ ചെക്ക് ആക്കിയാൽ അതെന്താണ് മെറ്റീരിയൽ അൾട്രേഷൻ ആണ്. ഇത് രണ്ടും മാറിപ്പോവല്ലേ. ബിയറർ ചെക്കിനെ ഓർഡർ ചെക്ക് ആക്കിയ അത് ഇമ്മെറ്റീരിയൽ അൾട്രേഷൻ ആണ്. ഓർഡർ ചെക്കിനെ ബിയറർ ചെക്ക് ആക്കിയാൽ അതെന്താണ് മെറ്റീരിയൽ അൾട്രേഷൻ ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ലാസ്റ്റ് വേണ്ട എന്താണ് ഓൾട്ടറിങ് എ ജനറലി ക്രോസ്ഡ് ചെക്ക് ഇൻറ്റു സ്പെഷ്യലി ക്രോസ് ചെക്ക്. നമ്മൾ ജനറൽ ആയിട്ട് ക്രോസ് ചെയ്ത ഒരു ചെക്കിനെ സ്പെഷ്യൽ ആയിട്ട് ക്രോസ് ചെയ്യുമ്പോൾ എന്താണ് അത് ഇമ്മെറ്റീരിയൽ അൾട്രേഷൻ ആണ്. അതിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. അപ്പൊ ഇത്രയും എക്സാമ്പിൾസ് എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ചു വെക്കുക. എന്നാലേ ഈ ഒരു മെറ്റീരിയൽ അൾട്രേഷന്റെ ഭാഗത്തുനിന്നും ഇമ്മെറ്റീരിയൽ അൾട്രേഷന്റെ ഭാഗത്തുനിന്നും വരുന്ന ചോദ്യങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ.